ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞു. പെരുന്നാളിന് ഞാൻ വീഡിയോ ഇടണമെന്നൊക്കെ കരുതി വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ പകുതിയായപ്പോഴത്തിന് കുട്ടികൾക്കും ഒക്കെ സുഖമില്ലാതായിട്ടോ, എനിക്കും പനിയായി. അപ്പോൾ അത് മുഴുവനാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ ഞാനത് അപ്ലോഡ് ചെയ്തിട്ടില്ല. നിറച്ച് ചിന്തൂലാന്ന് കരുതിങ്ങാണ്ട് ഒരു ചെമ്പട്ടി തന്നെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നലെ രാത്രിയാണ് ഞാൻ അരച്ച് വെച്ചതേ. അപ്പോൾ അത് അധികം നരച്ച് വരില്ല കരുതിങ്ങാണ്ട് ഞാൻ ഈ പാത്രത്തിൽ ഇട്ടുകൊണ്ട് വെച്ച് പോയി. പക്ഷേ രാവിലെ വന്ന് നോക്കുമ്പോൾ നരച്ച് ആകെ അടച്ച് വെച്ച പാത്രമൊക്കെ പുറത്ത് അതിൽ ചാടി ആകെ തയ്ക്കണം. അപ്പോൾ ഇങ്ങനെ നല്ലോണം നരച്ചാലും ഇഡ്ഡലിക്കൊന്നും പറ്റില്ല, ഒരു ഒട്ടലേക്കാരം. ദോശ പിന്നെയും കുഴപ്പമില്ല, നെയ്യൊക്കെ ആക്കി ഇങ്ങനെ മുരിച്ച് ചുട്ടാൽ രസമുണ്ടാവും. പക്ഷേ ഇഡ്ഡലിക്കൊന്നും പറ്റില്ല, നല്ലോണം പൊന്തി വന്നാൽ ഒരു ഇതുണ്ടാവില്ല. ഇഡ്ഡലിക്ക് ആകുമ്പോൾ പാകത്തിന് പൊന്തി വരുന്നതാണ് നല്ലത്. പിന്നെ ദോശക്ക് ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ദോശയൊക്കെ ചുട്ട് സാമ്പാറുണ്ടായിന് കേട്ടോ. തലേ ദിവസത്തെ സാമ്പാറാണ് ദോശയ്ക്ക്, പിന്നെ കറിയൊന്നും ഉണ്ടാക്കണ്ട. അപ്പോൾ ഞാൻ അവിടെ ദോശ ചുടുന്നതിൻ്റെ ഇടയിൽ മയിലുകളുടെ ഒച്ച ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ ഒരാൾ നല്ല പീലിയൊക്കെ വിടർത്തി ഇങ്ങനെ കുലുങ്ങണുണ്ട് നിന്ന്. അപ്പോൾ ഞാനൊന്നൊരു വീഡിയോ എടുത്തതാണ്. ഇത് കുറച്ച് കുന്നത്താണ് കേട്ടത്. റൂം ചെയ്തുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ കുട്ടിക്ക് ചാമ്പക്ക കാണാൻ പറഞ്ഞിട്ട് താത്ത ചാമ്പക്ക മരത്തുമ്മലല്ല കയറിയിരിക്കണം, മതിലുമ്മ കയറിയാണ്ട് ചാമ്പക്ക പറിച്ച് പോക്ക് കൊടുക്കുകയാണ്. അപ്പോൾ മോൾട്ടിക്ക് സ്കൂൾക്ക് ലഞ്ച് ബോക്സിക്ക് തക്കാളി ചോറ് മതിയെന്ന് പറഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു റെസിപ്പി ആക്കാമെന്ന് കരുതി. കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് സവാളയും തക്കാളിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഇട്ട് നല്ലോണം വഴറ്റാണ് കേട്ടോ. നല്ലോണം വഴറ്റിയിട്ട് അപ്പോൾ ഇത് ട്രൈപോഡ് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കാണില്ല, ചെറിയ കുക്കറായതുകൊണ്ട് ഉള്ളിലടക്കണ കുക്കറാണിത്. അപ്പോൾ അതുകൊണ്ട് കാണില്ല. അപ്പോൾ ഞാൻ അനുമോളോട് പറഞ്ഞാൽ ഇതൊന്ന് വീഡിയോ എടുത്തുകൊണ്ടാണ്. അപ്പോൾ ഓളാണ് എടുത്ത് തരുന്നത്. ഓളെല്ലാം പൊന്തിച്ചെടുത്ത് തരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ചിക്കനൊന്നും ഇടുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കേങ്ങും ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ ഒരു മുറി അതുമാണ് കേട്ടോ ചിക്കന് ബദലായിട്ട് ഞാനിതിലേക്ക് ഇടുന്നത്. ചിക്കൻ ഉണ്ടെങ്കിൽ ഇനി 1-2 പീസ് അങ്ങനെ കഷ്ണം ഇട്ടാലും കുഴപ്പമില്ല. തക്കാളി ഇതൊക്കെ ഒന്ന് വാടിയിട്ട് ബിരിയാണി മരുന്നാണ് കേട്ടോ ഞാൻ അതിൽ കുറച്ച് ബിരിയാണി മരുന്നും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആണ് കേട്ടോ ഇതിലേക്ക് പൊടികളായിട്ട് ഇട്ടിട്ടുള്ളൂ. പിന്നെ അത് കുരുമുളകും പൊടി, ഈ 3 പൊടി കേട്ടോ, അത് ഞാൻ മറന്നതാണ്. കുരുമുളക് പൊടി ഇട്ടിട്ട് ഈ നമ്മൾ കഷ്ണം നുറുക്കി വെച്ച ക്യാപ്സിക്കവും
ഈ കിഴങ്ങും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം പാരുക. ആവശ്യത്തിന് ഒരു ഗ്ലാസ്സാണ് ഞാൻ അരി എടുത്തത്, ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം അങ്ങനെ കേട്ടോ. പിന്നെ ബിരിയാണിൻ്റെ അരിയാണ് കേട്ടോ, ചെറിയ അരിയില്ലേ, ജീരകശാല അരി, അതാണ് ഞാൻ ഇതിൽ കിട്ടുന്നത്. നമ്മൾ സാധാ പിന്നെ വെറും ചോറ് വെക്കണ അരി ഇട്ടിട്ടാണെങ്കിലും ഇത് വെക്കട്ടോ. വെറും ചോറ് വെക്കണ അരി വെച്ചാലും കുഴപ്പമില്ല. ഞാനത് ഉണ്ടായപ്പോൾ ഞാനത് ഇട്ടതുള്ളൂ. പിന്നെ അവർക്ക് ബിരിയാണിക്ക് പൂതിയാകുമ്പോൾ അങ്ങനെ ഇതാക്കാനും രസമാണ്. പിന്നെ ഇതിലേക്ക് വേറൊന്നും ആവശ്യമില്ല, ഒരു തൈരോ എന്തെങ്കിലും മതി, അല്ലാതെ ചിക്കൻ അങ്ങനത്തെ ഇതൊന്നും ആവശ്യമില്ല. സാലഡായിട്ട് കൊടുത്താലും മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കേട്ടോ, ഉപ്പ് അളവ് നോക്കിയിട്ട് ഉപ്പും. പിന്നെ ഞാൻ കുറച്ച് പരിപ്പും അരിയാണ് കേട്ടോ, പരിപ്പും കൂടി എടുത്തേക്കണം കേട്ടോ. അരിക്ക് ഒരു നുള്ള്, പിന്നെ അതും അരിയൊപ്പം കഴുകിക്കാണ്ട് ആ ഉപ്പിട്ടിക്കണം. പരിപ്പൊന്ന് കുതിർത്തി വെച്ചാലും കുഴപ്പമില്ല, പിന്നെ വെന്ത് കിട്ടാൻ ഇങ്ങനെ വെച്ചാലും വേഗമൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ നമ്മളെ കുക്കറിനനുസരിച്ച് 1 or 2 വിസിൽ, ഞാൻ ഒരു വിസിൽ അടിച്ചിട്ടുള്ളൂ ചോറിന്, അപ്പോൾ പാകത്തെ വേവിൽ കിട്ടും. പിന്നെ അവനവൻ്റെ കുക്കറിനനുസരിച്ചാണ് നമ്മളെ ഇത് കേട്ടോ വേവിൻ്റെ കണക്ക്. അപ്പോൾ അതിട്ട് പിന്നെ ഇവർ സ്കൂൾക്ക് പോയി. അന്ന് വൈകുന്നേരമല്ല, സ്കൂൾ വിട്ടിട്ടില്ല, സ്കൂളിൽ നിന്ന് കൊണ്ടുപോയിക്കാണ്. ഞങ്ങൾ വാണിയമ്പലത്തുണ്ട് ഒരു ഗെയിം, ഫുട്ബോൾ കളിക്കലാണല്ലോ, സോപ്പും വെള്ളമൊക്കെ പറഞ്ഞുകൊണ്ട് ഫുട്ബോൾ കളിക്കണം. അപ്പോൾ ഞങ്ങൾ വലിയവരൊന്നും പോകാൻ വിചാരിച്ചിട്ടില്ല, കുട്ടികളെ കൊണ്ട് പോകാനേ വിചാരിച്ചു. അപ്പോൾ അപ്പം പിടിച്ചു, നിങ്ങളുണ്ടെങ്കിൽ പോരി പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു സ്പോട്ട് വന്നപ്പോൾ അവിടെ ബുക്ക് ചെയ്യണം കേട്ടോ. 1 മണിക്കൂറിന് ഒരാൾക്ക് 100 രൂപ പറഞ്ഞ ഇതിലാണ് ചാർജ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ ബുക്ക് ചെയ്ത്, അച്ഛനവിടെ ബുക്ക് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് കേട്ടോ പിന്നെ സ്കൂളൊക്കെ വിട്ടിട്ട് ഞങ്ങൾ പോയത്. ഇതുണ്ടല്ലേ സോപ്പും വെള്ളം, നമ്മളെ ഈ ലിക്വിഡ് എന്താണ് ഇവിടെ, നമ്മൾ ഇതിക്ക് മെഷീനിക്കൊക്കെ പറഞ്ഞ ലിക്വിഡ് ഉണ്ടല്ലോ, അതിങ്ങോട്ട് കലക്കിങ്ങാണ്ട് പാർന്നതിൽ വയ്ക്കുക, ഒരു പന്ത് കളിച്ച. അപ്പോൾ ഞങ്ങളൊന്നും കയറിയില്ല, കുട്ടികളും ഓലൊക്കെ കയറി, ഓർക്ക് നല്ല രസം. പക്ഷെ ഇത് കുറച്ച് ഡേഞ്ചറാണെന്ന് എനിക്ക് തോന്നിട്ടോ. തലടിച്ചൊക്കെ ഹെഡ് ക്യാപ്പൊക്കെ വെച്ചിരിക്കണം, പക്ഷെ എന്നാലും വീഴുമ്പോഴൊക്കെ തലയടിച്ചോ എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഓൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല, കളിച്ചണോൾക്ക്. നമുക്ക് കാണുമ്പോൾ ഒരു ഗതികേടുണ്ട്, എന്നാലും ഇങ്ങനെ നല്ല ഊക്കിലാണ് വിൽക്കണതേ.
അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും. വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ, ലൈക്ക് അടിച്ച് സപ്പോർട്ടും ചെയ്യും.